Hello friends, welcome to Bake and Cook Easy. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരിയാണ്. സാധാരണ കേസരി എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് ആയിരിക്കും. പക്ഷെ പൈനാപ്പിൾ ചേർത്തിട്ടുള്ള കേസരി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ടേസ്റ്റ് ആണ്. സാധാരണ നമ്മൾ കേസരിക്ക് പൈനാപ്പിൾ കേസരിക്ക് എസൻസ് ചേർത്ത് ഉണ്ടാക്കും. പക്ഷെ പൈനാപ്പിൾ തന്നെ അരച്ചെടുത്തിട്ട് ആ പേസ്റ്റ് ചേർത്തും പിന്നെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് പൈനാപ്പിളൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എസൻസ് ഉപയോഗിക്കുന്നേക്കാളും നല്ലത് ഫ്രഷ് പൈനാപ്പിൾ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് കളറിന് പകരം ആഡ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് യെല്ലോ കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ഓൾ ആക്കണം, എന്നാലാണ് നോട്ടിഫിക്കേഷൻ എല്ലാം വരുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ എന്നാലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പൈനാപ്പിൾ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് റവ, 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവ് പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ആ അളവ് തന്നെ എടുക്കണം. പഞ്ചസാര അതുപോലെ തന്നെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം. പിന്നെ വേണ്ടത് പൈനാപ്പിള്, നല്ല പഴുത്ത പൈനാപ്പിളാണ്. അതൊരു പകുതി എടുക്കാം, ഒരെണ്ണത്തിന്റെ പകുതി. അത് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർക്കും. പിന്നെ കുറച്ച് നമുക്ക് അരച്ചും ചേർക്കണം. പിന്നെ വേണ്ടത് കാഷ്യൂനട്ടും കിസ്മിസും, അത് നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് എടുക്കാം. പിന്നെ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോകരുത്, 3 കപ്പ് വെള്ളം തന്നെ വേണം. പിന്നെ വേണ്ടത് നെയ്യാണ്, അത് 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കളർ ചേർക്കാൻ വേണ്ടി ഒരു റെഡ് കളർ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. കളറിന് പകരം നമുക്ക് സഫ്രോൺ ചേർക്കാം, കുങ്കുമപ്പൂ ചേർക്കാം. അതൊരു കുറച്ചെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ കളർ കിട്ടും. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കളർ ചേർത്താൽ മതി, ഒരു ഡ്രോപ്പ് കളർ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ എസൻസ്, ഇത് നമുക്ക് പൈനാപ്പിൾ ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസൻസ് ചേർക്കാം. ഇവിടെ പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് ഞാനത് ചേർക്കണില്ല. പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള കറുത്ത അതൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് മിക്സിയിൽ. നമുക്ക് റവയുടെ ഒപ്പം ചേർക്കാനുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നെയ്യ് തന്നെ നമുക്ക് പൈനാപ്പിൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് റവ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിഞ്ഞൊക്കെ പോവും. 2-3 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് പഞ്ചസാരപ്പാനി റെഡിയാക്കണം. റവ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് പഞ്ചസാരപ്പാനിയാക്കാം. 3 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നമ്മൾ ചേർക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് റവ ചേർക്കണം ഇതിലേക്ക്. ഇനി നമുക്ക് ഒരു
ഡ്രോപ്പ് കളർ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളും ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യെല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മുടെ കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ച പൈനാപ്പിൾ. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് കിസ്മിസും കാഷ്യൂനട്ടും ചേർക്കണം. കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. നെയ്യ് തടവിയ ബൗളിലേക്ക് നമ്മളിത് മാറ്റുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.